Hi, hello, my dear students. My dear children, we are starting a new class. Part 5 video of our chapter 12 Agricultural Sector and Innovative Trends. പ്രിയപ്പെട്ട കുട്ടികളെ ചാപ്റ്റർ 12 അഗ്രികൾച്ചറൽ സെക്ടർ ആൻഡ് ഇന്നോവേറ്റീവ് ട്രെൻഡ്സ് പാർട്ട് 5 വീഡിയോയിലേക്ക് നമ്മൾ കയറുകയാണ്. 4 വീഡിയോകൾ ഓൾറെഡി നമ്മുടെ ചാനലിൽ നിങ്ങൾക്ക് വ്യൂ ചെയ്യാവുന്നതാണ്. നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തു. നിങ്ങൾ വ്യൂ ചെയ്യുക, നമ്മൾ കണ്ടിന്യൂ ചെയ്യുകയാണ്. പാർട്ട് 5 വീഡിയോയിൽ നമ്മൾ എന്താണ് പഠിക്കുന്നത്? ദ ചലഞ്ചസ്. നമ്മൾ ഇതുവരെ പഠിച്ചു വെച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. അഗ്രികൾച്ചറൽ സെക്ടറിനെ പറ്റിയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അഗ്രികൾച്ചറൽ സെക്ടറിലെ ഇന്നൊവേറ്റീവ് ട്രെൻഡ്സ് ആയിരുന്നു നമ്മൾ പാർട്ട് 4 വീഡിയോയിൽ പഠിച്ചത്. ഇന്നൊവേറ്റീവ് ട്രെൻഡ്സ് അല്ലെ, ഏറ്റവും പുതിയ ട്രെൻഡുകൾ എന്തൊക്കെയാണ്? പോളി ഹൗസ് ഫാമിങ്ങിനെ പറ്റിയൊക്കെ ടീച്ചർ പഠിപ്പിച്ചത് നിങ്ങൾ ഓർക്കുന്നു. നിങ്ങൾ പാർട്ട് 4 വീഡിയോ എടുത്ത് കാണണം കേട്ടോ. അത് തീർച്ചയായിട്ടും നിങ്ങൾ വ്യൂ ചെയ്യണം. അതിനകത്ത് ഏറ്റവും പുതിയ ഇന്നൊവേറ്റീവ് ട്രെൻഡ്സ്. ഓക്കെ, ഇന്ന് നമ്മൾ പഠിക്കുന്നത് അഗ്രികൾച്ചറൽ സെക്ടർ നേരിടുന്ന ചില ചലഞ്ചസാണ്. അപ്പോൾ ചലഞ്ചസ്, അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കയറാം, നമ്മുടെ ക്ലാസ്സിലേക്ക് കയറാം. ദ ചലഞ്ചസ് ഫേസ്ഡ് ബൈ ദ അഗ്രികൾച്ചറൽ സെക്ടർ. അഗ്രികൾച്ചറൽ സെക്ടറിനെ നമുക്കറിയാം, എല്ലാ സെക്ടറുകളും, അത് ഇൻഡസ്ട്രിയൽ സെക്ടർ ആണെങ്കിലും അഗ്രികൾച്ചറൽ സെക്ടർ ആണെങ്കിലും സർവീസ് സെക്ടർ ആണെങ്കിലും അതിൻ്റേതായ ചലഞ്ചസ് ഉണ്ട്. എന്താണ് ചലഞ്ചസ് എന്ന വാക്കിൻ്റെ മലയാളം വാക്ക് എന്താണ്? വെല്ലുവിളികൾ അല്ലേ, വെല്ലുവിളികൾ, പ്രോബ്ലംസ്. വാട്ട് ആർ ദ പ്രോബ്ലംസ് ഫേസ്ഡ് ബൈ അഗ്രികൾച്ചറൽ സെക്ടർ? ദാറ്റ്സ് എ മീനിങ്. ചലഞ്ചസ് കുറച്ചുകൂടി ആപ്റ്റായിട്ടുള്ള ഒരു വേർഡാണ് ചലഞ്ചസ്. അപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ എഴുതിയിട്ടുണ്ട്. വാട്ട് ആർ ദ ചലഞ്ചസ് ഫേസ്ഡ് ബൈ അഗ്രികൾച്ചറൽ സെക്ടർ ഇൻ ഇന്ത്യ? ഓക്കെ, നമ്മൾ ഇന്ത്യൻ അഗ്രികൾച്ചറൽ സെക്ടറിനെ പറ്റിയാണ് പഠിക്കുന്നത്. ഓക്കെ, ഫസ്റ്റ്, ഹൈ പ്രൈസ് ഓഫ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ്. കെമിക്കൽ ഫെർട്ടിലൈസേഴ്സിന് സബ്സിഡി ഉള്ള ഒരു കാലം ഉണ്ടായിരുന്നു. നമുക്ക് നമ്മുടെ 1960s-ലും 70s-ലും 80s-ലും ഒക്കെ നമ്മൾ പോയാൽ ആ ഒരു കാലഘട്ടത്തിൽ ഈ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സിനെ സബ്സിഡി ഗവൺമെൻറ് കൊടുത്തിരുന്നു. എന്നാൽ ഇപ്പം നമുക്കറിയാം, പുതിയ ട്രെൻഡ് അനുസരിച്ച് സബ്സിഡികളൊക്കെ സ്റ്റോപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ഏറ്റവും വലിയൊരു ചലഞ്ച് എന്താണെന്നോ? ഹൈ പ്രൈസ് ഓഫ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ്. നമുക്കറിയാം, ഒരു ഫാർമറിനെ സംബന്ധിച്ചിടത്തോളം കെമിക്കൽ ഫെർട്ടിലൈസേഴ്സിൻ്റെ പ്രൈസ് അവൻ്റെ പ്രോഫിറ്റുമായിട്ട് വളരെ ബന്ധപ്പെട്ടിരിക്കുന്നു. പ്രൈസ് ഫെർട്ടിലൈസറിന് കൂടുമ്പോൾ എന്ത് സംഭവിക്കും? അവരുടെ കോസ്റ്റ് കൂടും അല്ലേ, അഗ്രികൾച്ചറൽ കോസ്റ്റ് കൂടും. അപ്പോൾ പ്രോഫിറ്റിൻ്റെ കാര്യം എന്താകും? ഡിമിനിഷ് ചെയ്യും, പ്രോഫിറ്റ് ഡിക്രീസ് ചെയ്യും. അപ്പോൾ കോസ്റ്റ് കൂടുന്നതിന് ഏത് കാരണമാകുന്നു? ഈ ഹൈ പ്രൈസ് ഓഫ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ്. അതൊരു ചലഞ്ചാണ്. ദെൻ സെക്കൻഡ് ചലഞ്ച്, ഇൻഎബിലിറ്റി ടു ഫൈൻഡ് എ മാർക്കറ്റ് ഫോർ അഗ്രികൾച്ചറൽ പ്രോഡക്റ്റ്. ടീച്ചർ ഷോർട്ടാക്കി എഴുതിയെന്നേ ഉള്ളൂ, നിങ്ങൾക്കത് ടോട്ടലി എഴുതാം. അഗ്രികൾച്ചറൽ പ്രോഡക്ട്സ്. അഗ്രികൾച്ചറൽ പ്രോഡക്ട്സിന് ഒരു മാർക്കറ്റ് കണ്ടെത്താനായിട്ട് ഫാർമറിന് സാധിക്കുന്നില്ല. ഇപ്പം നമുക്കറിയാം, നമ്മുടെ ഫാർമേഴ്സ് അവരുടെ ലാൻഡിൽ പല ക്രോപ്സും കൃഷി ചെയ്യുകയും അത് ഹാർവെസ്റ്റ് ചെയ്ത് ഇതിൻ്റെ എന്താണ് മാർക്കറ്റിലേക്ക് അയക്കാനുള്ള അതിൻ്റെ കാര്യങ്ങളൊക്കെ അവർ ചെയ്യുന്നു. പക്ഷേ മാർക്കറ്റ് കണ്ടെത്താൻ അവർക്ക് സാധിക്കുന്നില്ല. അപ്പോൾ എന്ത് സംഭവിക്കും? ആ പ്രോഡക്റ്റ് അവരുടെ വീടുകളിൽ തന്നെ നിൽക്കുന്നു. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? അവർക്ക് അടുത്ത ക്രോപ്പ് കൃഷി ചെയ്യാനുള്ള പണം, അതിനുള്ള ക്യാപിറ്റൽ ഇല്ലാതെ പോകുന്നു. അപ്പോൾ മാർക്കറ്റ് കണ്ടെത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മുടെ അഗ്രികൾച്ചറൽ പ്രോഡക്റ്റിനുള്ള മാർക്കറ്റ് നമുക്ക് അവൈലബിൾ അല്ല അല്ലേ. ഇപ്പം നമുക്ക് ഏത് ഒരു പ്രോഡക്റ്റ് എടുത്താലും നിങ്ങൾ നോക്കിക്കോ, അവർ അടുത്തുള്ള കടകളിലൊക്കെ പോയി ചോദിക്കും, നിങ്ങൾക്ക് വേണോ, ഞങ്ങളുടെ ഈ ഐറ്റം വേണോ? അപ്പോൾ മാർക്കറ്റ് കിട്ടുന്നില്ലെങ്കിൽ, ആ കടക്കാരെ ആ സാധനം വാങ്ങുന്നില്ലെങ്കിൽ ഒരു ഫാർമറിന് വളരെ വലിയ ഒരു പ്രോബ്ലമായിട്ടത് മാറും. ഓക്കെ, അടുത്ത തേർഡ് ഒരു ചലഞ്ച് പറയുന്നത് ലാക്ക് ഓഫ് ക്യാപിറ്റൽ. അപ്പോൾ അഗ്രികൾച്ചറൽ പ്രോഡക്റ്റ് സെയിൽ ചെയ്യാൻ സാധിക്കാതെ വരുമ്പോൾ അവർക്ക് കയ്യിൽ പണമില്ലാതെ വരും. അപ്പോൾ അടുത്തതായിട്ട് കൃഷി ഇറക്കേണ്ടി വരുമ്പോൾ, കൃഷി ചെയ്യേണ്ടി വരുമ്പോൾ അതിനാവശ്യമുള്ള ക്യാപിറ്റൽ അവർക്ക് കുറവ് വരുന്നു. ലാക്ക് ഓഫ് ക്യാപിറ്റൽ, വാട്ട് ഇസ് മീനിങ്? ഇല്ലായ്മ അല്ലേ, ക്യാപിറ്റൽ ഇല്ല, അതിനുള്ള പണമില്ല. ദെൻ ഇൻക്രീസ്ഡ് പ്രൊഡക്ഷൻ കോസ്റ്റ്. കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ്, കെമിക്കൽ പെസ്റ്റിസൈഡ്സ്, ദെൻ ബയോ ഫെർട്ടിലൈസേഴ്സ്, ബയോ പെസ്റ്റിസൈഡ്സ്, എല്ലാത്തിൻ്റെയും
പ്രൈസ് കൂടുന്നതനുസരിച്ച് എന്ത് സംഭവിക്കുന്നു? പ്രൊഡക്ഷൻ കോസ്റ്റ് കൂടുന്നു. സോ ഇൻക്രീസ്ഡ് പ്രൊഡക്ഷൻ കോസ്റ്റ്. Because of this increased production cost, what happened to the farmer? His profit diminishes. Then crop failure. നമ്മുടെ ഫാർമേഴ്സ് എല്ലാം നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പ്രോബ്ലമാണ്, അവരുടെ ഒരു ചലഞ്ചാണ് ക്രോപ്പ് ഫെയിലിയർ. എന്താണ്? അവരുടെ കൃഷിനാശം, അല്ലേ? അവർ ഹാർവെസ്റ്റ് ചെയ്യാൻ എത്തുമ്പോൾ നല്ല വിളവ് കിട്ടുന്നില്ല. ക്രോപ്പ് ഫെയിലിയർ അതിന് പല കാര്യങ്ങളാകാം. ഡ്രോട്ട് ആകാം, അല്ലെ ഹെവി റെയിൻ ആകാം, ദെൻ ക്ലൈമാറ്റിക് ചേഞ്ച് ആകാം. എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ കൊണ്ട് ക്രോപ്പ് ഫെയിലിയർ ആകുന്നു. ദെൻ അഗ്രികൾച്ചറൽ ഡെപ്റ്റ്. എല്ലാ ഫാർമേഴ്സിനുമുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ചലഞ്ചാണ് അവർക്ക് അഗ്രികൾച്ചറൽ ഡെപ്റ്റ്. അഗ്രികൾച്ചറൽ ലോൺ എടുക്കുന്നു, ആ ലോൺ അവർക്ക് റീപേ ചെയ്യാൻ സാധിക്കാതെ വരുന്നു, അങ്ങനെ അവർ കടക്കാരായി മാറുന്നു. അഗ്രികൾച്ചറൽ ഡെപ്റ്റ്. ദെൻ ക്ലൈമറ്റ് ചേഞ്ച്. ക്ലൈമറ്റ് ചേഞ്ചാണ് ക്രോപ്പ് ഫെയിലിയറിൻ്റെയും ഒക്കെ റീസൺ. അതുകൊണ്ട് തന്നെ ക്ലൈമറ്റ് ചേഞ്ച് അഗ്രികൾച്ചറൽ സെക്ടർ നേരിടുന്ന ഏറ്റവും വലിയ ചലഞ്ചായിട്ട് നമുക്ക് എഴുതാം, ക്ലൈമറ്റ് ചേഞ്ച്. ദെൻ ലോ പ്രൈസ് ഓഫ് അഗ്രികൾച്ചറൽ പ്രോഡക്റ്റ്സ്. മറ്റെല്ലാ പ്രോഡക്റ്റിനും ഹൈ പ്രൈസ് ആകുമ്പോഴും അഗ്രികൾച്ചറൽ പ്രോഡക്റ്റുകൾക്ക് ലോ പ്രൈസാണ്. കുറച്ച് നാൾ മുമ്പ് നമ്മൾ പേപ്പറിൽ വായിച്ചതാണ്, ഈ ഒനിയൻ കൃഷി ചെയ്യുന്ന നമ്മുടെ നോർത്ത് ഇന്ത്യയിലെ ഫാർമേഴ്സ് ഒനിയൻ അവർ വിൽക്കാതെ കൂട്ടിയിട്ട് അത് കത്തിച്ച് കളഞ്ഞു. എന്താണ് കാരണം? അവരുടെ ഒനിയന്, ആ പ്രോഡക്റ്റിന് പ്രൈസ് ഇല്ല, ലോ പ്രൈസ്. 1 രൂപയാണ് 1 kg ഒനിയൻ്റെ വില അവർക്ക് കിട്ടുന്നത്. അപ്പോൾ അവരുടെ പ്രൊഡക്ഷൻ കോസ്റ്റ് പോലും അവർക്ക് മീറ്റ് ചെയ്യാനായിട്ട് ഈ 1 രൂപ 1 kg ഒനിയന് അവർക്ക് സാധിക്കാതെ വന്നപ്പോൾ കർഷകരെ എന്ത് ചെയ്യുന്നു? ഭയങ്കരമായിട്ടുള്ള ഡിപ്രഷനിലേക്ക് പോവുകയും അവർ ഈ ഒനിയൻ കത്തിച്ച് കളയുകയും ചെയ്തു. ഓക്കെ, അപ്പോൾ ഇത് ഓരോന്നിനും അത് എക്സാമ്പിളായിട്ട് നിങ്ങൾക്ക് എടുക്കാം. ലോ പ്രൈസ് ഓഫ് അഗ്രികൾച്ചറൽ പ്രോഡക്ട്സ് ഒരു ചലഞ്ചാണ്. അഗ്രികൾച്ചറൽ പ്രോഡക്റ്റിന് ഒരു ന്യായമായിട്ടുള്ളൊരു പ്രൈസ് കിട്ടുന്നില്ലെങ്കിൽ അത് വലിയ ഒരു ചലഞ്ച് തന്നെയാണ്, ഒരു പ്രോബ്ലമാണ് നമ്മുടെ ഫാർമേഴ്സിന്. ഓക്കെ, ഇന്നാഡിക്വേറ്റ് അഗ്രികൾച്ചറൽ റിസർച്ച്. നമ്മുടെ റിസർച്ച് സ്ഥാപനങ്ങളൊക്കെ നമുക്ക് ധാരാളം ഉണ്ട്, അല്ലേ? ഐക്കറൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായി. അപ്പോൾ അഗ്രികൾച്ചറൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടുകളും KVKകളും അഗ്രികൾച്ചറൽ റിസർച്ച് നടക്കുന്ന ധാരാളം ഇൻസ്റ്റിറ്റ്യൂഷൻസ് നമുക്കുണ്ടെങ്കിലും ഈ റിസർച്ച് കാര്യമായിട്ട് നടക്കുന്നുണ്ടോ? നമ്മൾ പറയുന്നത് ശരിയല്ലെങ്കിലും നമുക്ക് പറയാതിരിക്കാൻ പറ്റുകയില്ല. പല റിസർച്ചേഴ്സും അവർ ആത്മാർത്ഥമായിട്ട് റിസർച്ചുകൾ ചെയ്യുകയും പുതിയ ഇന്നൊവേഷൻസ് അഗ്രികൾച്ചറൽ സെക്ടറിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നില്ല. ഒരു കാലത്ത് നമ്മുടെ ഇന്ത്യയിലെ അഗ്രികൾച്ചറൽ റിസർച്ച് നല്ല രീതിയിൽ നടന്നിരുന്നു, പക്ഷേ ഇപ്പോൾ അത് കാര്യമായിട്ട് നടക്കുന്നില്ല. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് ഇന്നാഡിക്വേറ്റ് അഗ്രികൾച്ചറൽ റിസർച്ച് നടക്കുകയും പുതിയ ഇന്നൊവേഷൻസ് കൊണ്ടുവരികയും പുതിയ ന്യൂ ട്രെൻഡ് വരികയും ചെയ്താലേ നമുക്ക് പ്രൊഡക്ഷൻ കോസ്റ്റ് കുറയ്ക്കാനും പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യാനും അങ്ങനെ ഫാർമേഴ്സിൻ്റെ അവരുടെ പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യാനും പറ്റുകയുള്ളൂ. അങ്ങനെയാണ് അവരുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലൈഫ് നമുക്ക് ഡെവലപ്പ് ചെയ്യാനായിട്ട് പറ്റുക. അപ്പോൾ ഇതൊന്നും സാധിക്കാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? ദിസ് ഇന്നാഡിക്വേറ്റ് അഗ്രികൾച്ചറൽ റിസർച്ച്. ദെൻ ലാക്ക് ഓഫ് ബേസിക് ഇൻഫ്രാസ്ട്രക്ചർ. എന്താണ് ഒരു അഗ്രികൾച്ചറിന് വേണ്ട ഇൻഫ്രാസ്ട്രക്ചർ? ഡാമുകളും കനാലുകളും ഇറിഗേഷൻ ഫെസിലിറ്റിയും മെഷീൻസും, അല്ലേ? ഒരുപാട് ഇൻഫ്രാസ്ട്രക്ചർ, റോഡ്, റെയിൽ, ഇവരുടെ പ്രോഡക്റ്റുകളെ ട്രാൻസ്പോർട്ട് ചെയ്യാനുള്ള റോഡ്, റെയിൽ, അതുപോലെ തന്നെ ഹാർവസ്റ്റിനും എല്ലാം ഉള്ള മെഷീൻസ് ഇതെല്ലാമാണ് അഗ്രികൾച്ചറൽ ഇൻഫ്രാസ്ട്രക്ചർ. ഇതും വളരെ ബേസിക് നമ്മൾ നോക്കുമ്പോൾ വളരെ പുവറാണ്, വളരെ മോശം ഇൻഫ്രാസ്ട്രക്ചറാണ് നമ്മുടെ ഇന്ത്യയിൽ ഇന്നും അഗ്രികൾച്ചറൽ സെക്ടറിന് ഉള്ളത്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ ചലഞ്ചസ് ആണ്. നിങ്ങൾ ഈ ചലഞ്ചസ് 1 by 1 ആയിട്ട് നിങ്ങൾ ആവർത്തിച്ച് വായിക്കുക, പഠിക്കുക. വിച്ച് ആർ ദ ചലഞ്ചസ് ഫേസ്ഡ് ബൈ അഗ്രികൾച്ചറൽ സെക്ടർ ഇൻ ഇന്ത്യ? Okay, high price of chemical fertilizers, pesticides, inability to find a market, lack of capital, increased production cost, crop failure, climate change, agricultural debt, low price of agricultural products, and inadequate agricultural research and lack of basic infrastructure. Okay, then prepare a note on the agricultural project ഞങ്ങളും കൃഷിയിലേക്ക് ഓഫ് ദ കേരള ഗവൺമെൻറ്റിൻ്റെ ഒരു അഗ്രികൾച്ചറൽ പ്രോജക്റ്റാണ് ഞങ്ങളും കൃഷിയിലേക്ക്. മലയാളം അതെ, ഞങ്ങളും കൃഷിയിലേക്ക്. അപ്പോൾ എല്ലാവരും കൃഷിയിലേക്ക് വരാൻ വേണ്ടി എല്ലാവരുടെയും വീട്ടിൽ ഒരു ഗ്രോ ബാഗിലെങ്കിലും, ഏറ്റവും സ്പേസ് ഇല്ലാത്ത ആളുകൾ പോലും ഒരു ഗ്രോ ബാഗിലെങ്കിലും വെജിറ്റബിൾസ് ഗ്രോ ചെയ്ത് തങ്ങളുടെ വീടുകളിലേക്ക് ആവശ്യമുള്ള, നമ്മൾ
ഒരു മുറം പച്ചക്കറി എന്നൊക്കെ കേട്ടിട്ടില്ലേ നമ്മൾ ഓണക്കാലത്തൊക്കെ, ഒരു മുറം പച്ചക്കറി. അപ്പം നമുക്ക് ആവശ്യമുള്ള വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് നമ്മുടെ തന്നെ വീട്ടിൽ ഉൽപ്പാദിപ്പിക്കാനുള്ള ഒരു ഗോളോടുകൂടി, ആ ഒരു എയിമോടുകൂടി കൊണ്ടുവന്നിരിക്കുന്ന കേരള ഗവൺമെൻറ്റിൻ്റെ ഒരു അഗ്രികൾച്ചറൽ പ്രോജക്റ്റാണ് ഞങ്ങളും കൃഷിയിലേക്ക്. അപ്പോൾ ആ പ്രോജക്റ്റിനെ പറ്റി നമുക്ക് 2-3 പോയിന്റ്സ് പഠിച്ചു നോക്കാം. ദിസ് അഗ്രികൾച്ചറൽ പ്രോജക്റ്റ് ഓഫ് ദി കേരള ഗവൺമെൻറ് എയിം ടു എക്സ്പാൻഷൻ ഓഫ് അഗ്രികൾച്ചർ അറ്റ് ഹോം ആൻഡ് ഇൻ സ്കൂൾ. ഹോമിൽ മാത്രമല്ല, ഇൻ സ്കൂൾ. അപ്പോൾ സ്കൂളിനും സർക്കാരിൻ്റെ നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ചെറിയ ഫിനാൻഷ്യൽ എയ്ഡ് കിട്ടുകയും സ്കൂളിൽ കുട്ടികളും അധ്യാപകരും ചേർന്നുകൊണ്ട് ഗ്രോ ബാഗുകളിലും അല്ലാതെയും ഒക്കെ അഗ്രികൾച്ചറൽ പ്രോഡക്റ്റുകളെ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു പ്രോജക്റ്റാണ് ഈ ഞങ്ങളും കൃഷിയിലേക്ക്. അപ്പോൾ ഹോം മാത്രമല്ല, സ്കൂളും അതിനകത്ത് ഇൻക്ലൂഡാണ് കേട്ടോ. അഗ്രികൾച്ചറൽ പ്രോജക്റ്റ് ഓഫ് ദി കേരള ഗവൺമെൻറ് എയിം ടു എക്സ്പാൻഷൻ ഓഫ് അഗ്രികൾച്ചർ അറ്റ് ഹോം ആൻഡ് ഇൻ സ്കൂൾ. ഇറ്റ് ഓൾസോ എയിം ടു നേച്ചർ അഗ്രികൾച്ചർ ആസ് എ കൾച്ചർ. അതായത് കുട്ടികളെ അഗ്രികൾച്ചറിലേക്ക് അവരുടെ മനസ്സ് കൊണ്ടുവരിക, അവരെ അതിനുള്ള ഒരു ആറ്റിറ്റ്യൂഡ് അവർക്ക് ഉണ്ടാക്കിയെടുക്കുക. കുട്ടികൾക്കും അതുപോലെ തന്നെ ഏജ്ഡ് പീപ്പിളിനും, 2 കൂട്ടർക്കും ഒരു ആറ്റിറ്റ്യൂഡ്, അഗ്രികൾച്ചറിനെ പറ്റി ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉണ്ടാകുകയും അഗ്രികൾച്ചർ ഒരു കൾച്ചറാക്കി മാറ്റുകയും ചെയ്യുന്നതും നമ്മുടെ ഈ പ്രോജക്റ്റിൻ്റെ ഒരു എയിമാണ്, ഞങ്ങളും കൃഷിയിലേക്ക്. ഇറ്റ് ഓൾസോ എയിം ടു നേച്ചർ അഗ്രികൾച്ചർ ആസ് എ കൾച്ചർ. എന്താണ് കൾച്ചർ? നമ്മുടെ നമ്മുടെ രാജ്യത്തിൻ്റെ കൾച്ചർ എന്നുള്ളതിൻ്റെ മലയാളം എന്താണ്? നമ്മുടെ ഒരു ജീവിത രീതിയാക്കി മാറ്റുക, നമ്മുടെ ലൈഫിൻ്റെ ഭാഗമാക്കി മാറ്റുക, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ദിസ് പ്രോജക്റ്റ് ഹെൽപ്പ് എ ലോട്ട് ടു സോൾവ് ദ ചലഞ്ചസ് ഫേസ്ഡ് ബൈ അഗ്രികൾച്ചറൽ സെക്ടർ ഇൻ കേരള. അപ്പം നമ്മൾ ഈ മുൻപിലത്തെ നമ്മുടെ സ്ലൈഡിൽ നമ്മൾ കുറേ അഗ്രികൾച്ചറൽ സെക്ടർ അനുഭവിക്കുന്ന ചലഞ്ചസ് കണ്ടു. ഈ ചലഞ്ചസിനെ ഒരു പരിധിവരെ നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് ഈ ഞങ്ങളും കൃഷിയിലേക്ക് എന്നുള്ള പ്രോജക്റ്റ് എയിം ചെയ്യുന്നുണ്ട്. ദിസ് പ്രോജക്റ്റ് ഹെൽപ്പ് എ ലോട്ട് ടു സോൾവ് ദ ചലഞ്ചസ് ഫേസ്ഡ് ബൈ അഗ്രികൾച്ചറൽ സെക്ടർ ഇൻ കേരള. അപ്പോൾ പ്രൊഡക്ഷൻ കൂട്ടാനും പ്രൊഡക്ഷൻ കോസ്റ്റ് കുറയ്ക്കാനും അങ്ങനെ നമ്മുടെ മാർക്കറ്റ് കണ്ടെത്താനും എല്ലാം ഉള്ള ആ കാര്യങ്ങളിലേക്ക് നമ്മുടെ കേരളത്തിലെ ഫാർമേഴ്സിനെയും നമ്മുടെ വീട്ടുകാരെയും സ്കൂളിനെയും ഒക്കെ എത്തിക്കുക എന്നതാണ് ഈ പ്രോജക്റ്റിൻ്റെ എയിം. ഓക്കെ, എന്താണ് ആ പ്രോജക്റ്റിൻ്റെ പേര്? ഞങ്ങളും കൃഷിയിലേക്ക്. ഓക്കെ, അഗ്രോ ബേസ്ഡ് സ്മോൾ സ്കെയിൽ ആൻഡ് കോട്ടേജ് ഇൻഡസ്ട്രി. അഗ്രികൾച്ചർ ബേസ് ആയിട്ടുള്ള സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസും കോട്ടേജ് ഇൻഡസ്ട്രീസും ഏതൊക്കെയാണെന്നാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. നമുക്കറിയാം, നമ്മുടെ പലതരത്തിലുള്ള ഇൻഡസ്ട്രികളുണ്ട് അല്ലേ. ലാർജ് സ്കെയിൽ പ്രൊഡക്ഷനുള്ള ലാർജ് ഇൻഡസ്ട്രീസ് ഉണ്ട്, അതുപോലെ തന്നെ സ്മോൾ സ്കെയിൽ പ്രൊഡക്ഷനുള്ള സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് ഉണ്ട്, വീടുകളിലോടനുബന്ധിച്ച് ചെയ്യുന്ന കോട്ടേജ് ഇൻഡസ്ട്രീസ് ഉണ്ട്, ഓക്കെ, ഫാക്ടറി സിസ്റ്റം ഉണ്ട്, പല രീതിയിലുള്ള ഇൻഡസ്ട്രികളുണ്ട്. നമ്മളിവിടെ അഗ്രികൾച്ചർ ബേസ്ഡ് ആയിട്ടുള്ള അഗ്രികൾച്ചറൽ പ്രോഡക്റ്റുകൾ അതിൻ്റെ റോ മെറ്റീരിയലായിട്ട് ഉപയോഗിച്ചുകൊണ്ടുള്ള അഗ്രോ ബേസ്ഡ് സ്മോൾ സ്കെയിൽ ആൻഡ് കോട്ടേജ് ഇൻഡസ്ട്രീസിനെ പറ്റിയാണ് പഠിക്കുന്നത്. ഇപ്പം നിങ്ങൾ ഈ പിക്ചറിലേക്കൊക്കെ ഒന്ന് ശ്രദ്ധിച്ചേ. ആദ്യം കാണുന്നതിനാണ് അരക്കാനട്ടിൻ്റെ പ്ലാന്റ് കൊണ്ട് അതിൻ്റെ സ്പീത്ത് കൊണ്ട് നമ്മൾ നടത്തുന്ന ചില പ്രോഡക്റ്റുകളാണ്, നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ചില പ്രോഡക്റ്റുകളാണ്. നമുക്ക് ഭക്ഷണം കഴിക്കാനുള്ള പ്ലേറ്റുകൾ. എന്താണ് ഈ അരക്കാനട്ടിൻ്റെ? നമ്മുടെ കവുങ്ങ് അല്ലേ, കവുങ്ങിൻ്റെ ആ ഇല പൊഴിഞ്ഞ് വീഴുമ്പം നമ്മൾ കവുങ്ങിൻ്റെ പാളാന്ന് നമ്മൾ പറയത്തില്ലേ, പാള. അതിന് ഇംഗ്ലീഷിൽ പറയുന്ന വാക്കാണ് ഈ അരക്കാനട്ട് സ്പീത്ത് എന്നാണ് പറയുന്നത്. നിങ്ങളുടെ പേജ് നമ്പർ 205 അത് കൊടുത്തിട്ടുണ്ട്. അങ്ങനൊരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഫിഗർ 1220 എടുത്ത് നോക്കണം. അത് അരക്കാനട്ട് സ്പീത്താണ്. ഓക്കെ, അതുകൊണ്ട് ബാഗുകൾ ഇതുപോലുള്ള പ്രോഡക്റ്റുകൾ ഉണ്ടാക്കാം. അതുപോലെ തന്നെ മറ്റ് അഗ്രികൾച്ചറൽ പ്രോഡക്റ്റുകളൊക്കെ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇതൊക്കെ അഗ്രോ ബേസ്ഡ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസും കോട്ടേജ് ഇൻഡസ്ട്രീസുമാണ് കാണുന്നത്. ഈ തെങ്ങിൻ്റെ ഓല കൊണ്ടും അതുപോലെ പനയുടെ ഓല കൊണ്ടും ഒക്കെ ഉണ്ടാക്കുന്ന പ്രോഡക്റ്റുകളെ, ജൂട്ട് കൊണ്ടും ഒക്കെ ഉണ്ടാക്കുന്ന പ്രോഡക്റ്റുകളൊക്കെയാണ് ഇവിടെ കാണിച്ചിരിക്കുക. ഇതെല്ലാം സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസാണ്, അതായത് ചെറിയ രീതിയിലുള്ള പ്രൊഡക്ഷൻ നടത്തുന്ന ഇൻഡസ്ട്രികളാണ്. കോട്ടേജ് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ എന്താണ്?
നമ്മുടെ ഗ്രാമത്തിൽ നമ്മുടെ വീടിനോട് ചേർന്നുള്ള ഒരു ചെറിയ സ്ഥലത്ത് നടത്തുന്ന ഇൻഡസ്ട്രികൾ. ഓക്കെ. പ്രിപ്പയർ എ നോട്ട് ഓൺ അഗ്രോ ബേസ്ഡ് സ്മോൾ സ്കെയിൽ കോട്ടേജ് ഇൻഡസ്ട്രീസ്. സ്മോൾ സ്കെയിൽ കോട്ടേജ് ഇൻഡസ്ട്രീസ് ഓപ്പറേറ്റ് ലോക്കലി ബൈ യൂട്ടിലൈസിങ് ലോക്കലി അവൈലബിൾ അഗ്രികൾച്ചറൽ റിസോഴ്സസ്. അപ്പോൾ സ്മോൾ സ്കെയിൽ കോട്ടേജ് ഇൻഡസ്ട്രികളുടെ പ്രത്യേകത, ദേ ഓപ്പറേറ്റ് ലോക്കലി, ഒരു ലോക്കൽ പ്രദേശത്തായിരിക്കും, യൂട്ടിലൈസിങ് ലോക്കലി അവൈലബിൾ അഗ്രികൾച്ചറൽ റിസോഴ്സസ്, അല്ലേ? കൂടുതൽ അകലയിൽ നിന്ന് കൊണ്ടുവരുന്ന റിസോഴ്സസ് അല്ല ഇവിടെ ഉപയോഗിക്കുക. ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള അഗ്രികൾച്ചറൽ ബേസ്ഡ് ആയിട്ടുള്ള റിസോഴ്സസ് ഉപയോഗിച്ചുകൊണ്ട് ലോക്കലി ചെറിയ രീതിയിലുള്ള പ്രൊഡക്ഷൻ നടത്തുന്ന യൂണിറ്റുകളെയാണ്, അങ്ങനെയുള്ള ഇൻഡസ്ട്രികളെയാണ് നമ്മൾ അഗ്രോ ബേസ്ഡ് സ്മോൾ സ്കെയിൽ കോട്ടേജ് ഇൻഡസ്ട്രികൾ എന്ന് പറയുക. ദീസ് ആർ ഇൻഡസ്ട്രീസ് വിച്ച് ഇൻവെസ്റ്റ് മണി നോട്ട് എക്സീഡിങ് 10 crore. അപ്പോൾ 10 crore വരെയുള്ള ഒരു പണം മുടക്കി, 10 കോടി വരെ രൂപ പണം മുടക്കിക്കൊണ്ട് നടത്തുന്ന ഇൻഡസ്ട്രികളാണ് കോട്ടേജ് ഇൻഡസ്ട്രീസ് ഓർ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ്. 10 crore. ദേ ഹാവ് എ ആനുവൽ ടേൺ ഓവർ ഓഫ് ലെസ് ദാൻ 50 crore. ഇവരുടെ ആനുവൽ ടേൺ ഓവർ, ഇവരുടെ ആനുവൽ പ്രൊഡക്ഷൻ്റെ ടേൺ ഓവർ അത് പണമാക്കി മാറ്റിയാൽ എത്രയേ വരാൻ പാടുള്ളൂ? 50 crore. 50 കോടി, അല്ലേ? 50 കോടി. കോട്ടേജ് ഇൻഡസ്ട്രീസ് ആർ, നമുക്കറിയാം വലിയ വലിയ ഇൻഡസ്ട്രികളുടെയൊക്കെ 2 ലക്ഷം കോടി, 2 lakh crore എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇത് 50 crore എന്ന് പറയുമ്പോൾ നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും 50 crore ഒരു വലിയ തുകയല്ലേ? അല്ല, ഒരു ഇൻഡസ്ട്രിയെ സംബന്ധിച്ചിടത്തോളം 50 crore എന്നൊക്കെ പറയുന്നത് ഒരു ആനുവൽ ടേൺ ഓവർ എന്ന് പറയുന്നത് വളരെ സ്മോളാണ്. ഓക്കെ, അത് വലിയൊരു തുകയായിട്ട് നിങ്ങൾ കരുതണ്ട. ദേ ഹാവ് ആൻ ആനുവൽ ടേൺ ഓവർ ഓഫ് ലെസ് ദാൻ 50 crore. കോട്ടേജ് ഇൻഡസ്ട്രീസ് ആർ ഇൻഡസ്ട്രീസ് where an individual or a family convert locally available resources into products using traditional techniques. കോട്ടേജ് ഇൻഡസ്ട്രികൾക്ക് 2 or 3 ഫീച്ചേഴ്സ് ഉണ്ട്. എന്തൊക്കെയാണ്? ലോക്കലി അവൈലബിൾ റിസോഴ്സസ് ആയിരിക്കണം, അതുപോലെ തന്നെ സ്മോൾ സ്കെയിൽ ആയിരിക്കണം, ഇൻവെസ്റ്റ് ചെയ്യുന്ന അതിൻ്റെ മണി 10 crore താഴെ ആയിരിക്കണം, അവരുടെ ടോട്ടൽ ടേൺ ഓവർ ആനുവലി 50 crore താഴെ ആയിരിക്കണം, അതുപോലെ തന്നെ ഫാമിലി മെമ്പേഴ്സ് ആയിരിക്കണം അതിനകത്ത് കൂടുതലും ഇൻവോൾവ് ആകേണ്ടത്. അല്ലാതെ വലിയ ഫാക്ടറി സിസ്റ്റം പോലെ വർക്കേഴ്സിനെയൊക്കെ ഔട്ട്സൈഡിൽ നിന്ന് എടുക്കേണ്ട കാര്യം വരുന്നില്ല. അല്ലെങ്കിൽ ഔട്ട്സൈഡ് വർക്കേഴ്സ് ഉണ്ടെങ്കിൽ തന്നെ അവർ ലോക്കലി അവൈലബിൾ വർക്കേഴ്സ് ആയിരിക്കണം. ട്രഡീഷണൽ ടെക്നിക്സ് ആയിരിക്കണം ഉപയോഗിക്കുന്നത്. ട്രഡീഷണൽ ടെക്നിക്സ്, മോസ്റ്റ് മോഡേൺ ടെക്നിക്സ് ഇവിടെ ഉദ്ദേശിക്കുന്നില്ല. കാരണം നമ്മൾ ഏത് വിഭാഗത്തിലാണ് ഇവരെ പെടുത്തിയിരിക്കുന്നത്? കോട്ടേജ് ഇൻഡസ്ട്രി. ഓക്കെ, ഇതിന് എക്സാമ്പിളായിട്ട് തന്നിരിക്കുന്നത് നോക്കിയേ. വീവിങ്, ഓരോ വീടുകളിലും ഹാൻഡ്ലൂം, അല്ലേ? ഹാൻഡ്ലൂം തുണികൾ ഉണ്ടാക്കുന്നു, വീവിങ്. ദെൻ കാർപ്പറ്റ് മേക്കിംഗ്, കൈകൊണ്ടും ഒക്കെ കാർപ്പറ്റ് ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് അറിയാമല്ലോ, അതൊരു കോട്ടേജ് ഇൻഡസ്ട്രിയാണ്. ദെൻ ലെതർ ഇൻഡസ്ട്രി, ദെൻ ഹാൻഡിക്രാഫ്റ്റ് ഇൻഡസ്ട്രീസ്, ഫുഡ് പ്രോസസ്സിംഗ് ഇൻഡസ്ട്രീസ്. ഓരോ വീടുകളിലും നമുക്ക് ഫുഡ് പ്രോസസ്സിംഗ് ഇൻഡസ്ട്രീസ്, അച്ചാറുകളും അതുപോലെയുള്ള കറി പൗഡറുകളും ഒക്കെ നമുക്ക് വീടുകളിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കുക. അതുപോലെ ഓരോ പ്രോഡക്റ്റിനെയും നമുക്ക് ജാം അങ്ങനെയൊക്കെയുള്ള പ്രോഡക്റ്റുകളുമൊക്കെ ഓരോ വീടുകളിലും ഉണ്ടാക്കി. ചക്ക, അല്ലേ? നമ്മുടെ ജാക്ക് ഫ്രൂട്ട്, അതിൻ്റെ ചക്ക കൊണ്ട് പല പ്രോഡക്റ്റുകളും ഉണ്ടാക്കി ആളുകൾ കൊടുക്കുന്നുണ്ട്. അതൊക്കെ അവരുടെ വീടുകളിൽ അവരുടെ അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ് ഉപയോഗിച്ച് ചെയ്യുന്നതാണ്. ഇതെല്ലാം ഏത് കാറ്റഗറിയിൽ പെടും? സ്മോൾ സ്കെയിൽ കോട്ടേജ് ഇൻഡസ്ട്രി. ഹാൻഡിക്രാഫ്റ്റ് ഐറ്റംസ്, ഓക്കെ, തടി കൊണ്ടും ഒക്കെയുള്ള ഹാൻഡിക്രാഫ്റ്റ് ഐറ്റംസ്, ലെതർ, കാർപ്പറ്റ്, വീവിങ്, ഓൾ ദീസ് ആർ എക്സാമ്പിൾസ് ഓഫ് സ്മോൾ സ്കെയിൽ ആൻഡ് കോട്ടേജ് ഇൻഡസ്ട്രി. ഓക്കെ, അപ്പോൾ അഗ്രോ ബേസ്ഡ് കോട്ടേജ് ഇൻഡസ്ട്രികളെ പറ്റി ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾ ഇതൊക്കെ എഴുതുക, എക്സാമ്പിൾ എഴുതുക, അതിൻ്റെ ഫീച്ചേഴ്സ് എഴുതുക. ഓക്കെ, അഗ്രോ ബേസ്ഡ് സ്റ്റാർട്ടപ്സ് ആർ ഗെയിനിങ് പോപ്പുലാരിറ്റി ടുഡേ. സബ്സ്റ്റാൻഷിയേറ്റ്, ഒരു കാലത്ത് ഈ സ്റ്റാർട്ടപ്പുകൾ, എന്താ ഈ സ്റ്റാർട്ടപ്പ് എന്ന് പറയുന്നത്? ഒരു പുതിയ ടെക്നോളജി ഉപയോഗിച്ച്, ഒരു റിസോഴ്സ് ഉപയോഗിച്ച് ഒരു ഇൻഡസ്ട്രി തുടങ്ങുന്നതിനെയാണ് നമ്മൾ സ്റ്റാർട്ടപ്പ് എന്ന് പറയുന്നത്, അല്ലേ? അത് കൂടുതലും നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് വരുന്നത് IT ബേസ്ഡാണ്. അങ്ങനെയല്ല, ഏതൊരു റിസോഴ്സ് ഉപയോഗിച്ചും നമ്മൾ ചെയ്യുന്നതെല്ലാം സ്റ്റാർട്ടപ്പുകളാണ്. അപ്പോൾ അഗ്രോ ബേസ്ഡ് സ്റ്റാർട്ടപ്പുകൾ ഒരു കാലത്ത് വലിയ ഇമ്പോർട്ടൻസ് ഒന്നും ഇല്ലായിരുന്നു. എന്നാൽ ഇന്ന് നമ്മുടെ നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള കുട്ടികൾ പോലും അഗ്രോ ബേസ്ഡ് സ്റ്റാർട്ടപ്പുകൾ തുടങ്ങുന്നുണ്ട്. നമ്മുടെ ജാക്ക് ഫ്രൂട്ട് കൊണ്ടും അല്ലെങ്കിൽ നമ്മുടെ ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള പല സാധനങ്ങളും ഉപയോഗിച്ച് അവർ ധാരാളം പ്രോഡക്റ്റുകൾ ഉണ്ടാക്കുന്നുണ്ട്. അതിന്ന് വളരെയേറെ പോപ്പുലാരിറ്റി ഉള്ള ഒരു കാര്യമായി മാറിയിരിക്കുകയാണ് എന്ത്? അഗ്രോ ബേസ്ഡ് സ്റ്റാർട്ടപ്പുകൾ.
ദ ഗവൺമെൻറ് ഈസ് ഗിവിങ് എ ലോട്ട് ഓഫ് എൻകറേജ്മെൻറ്റ് ടു സച്ച് സ്റ്റാർട്ടപ്പ്. അപ്പോൾ ഇതിന് കൂടുതൽ പോപ്പുലാരിറ്റി കിട്ടാനുള്ള കാരണം എന്താണ്? മറ്റൊന്നുമല്ല, ഗവൺമെൻറ് കൂടുതൽ അതിനെ എന്ത് കൊടുക്കുന്നു? എൻകറേജ്മെൻറ്റ് കൊടുക്കുന്നു. അവരെ ടാക്സ് കുറച്ച് കൊടുക്കുന്നു. അതുപോലെ തന്നെ അവർക്ക് ഇലക്ട്രിസിറ്റി വളരെ സൗജന്യമായിട്ട് കൊടുക്കുന്നു. അവർക്ക് വേണ്ട എല്ലാ പേപ്പേഴ്സും പെട്ടെന്ന് തന്നെ അത് റെഡിയാക്കി കൊടുക്കുന്നു. അങ്ങനെ ഗവൺമെൻറ്റിൻ്റെ എൻകറേജ്മെൻ്റാണ് ഈ അഗ്രോ ബേസ്ഡ് സ്റ്റാർട്ടപ്പുകളെ ഇത്രയും പോപ്പുലാരിറ്റി നേടാനുള്ള ഒന്നാമത്തെ കാരണം. അങ്ങനെയുള്ള എൻട്രപ്രനേഴ്സിനെ, അങ്ങനെയുള്ള സംരംഭകരെ, പ്രൊഡ്യൂസേഴ്സിനെ ആര് സഹായിക്കുന്നു? ഗവൺമെൻറ് ഗീവ് എ ലോട്ട് ഓഫ് എൻകറേജ്മെൻറ്റ്. Small scale and cottage industries which convert fruits, vegetables into various value added products using simple technology have gained importance today. ഇപ്പം നമുക്കറിയാം, പണ്ട് കാലത്ത് നമുക്ക് മിൽക്ക് നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ പശുവിനെ വളർത്തി നമ്മൾ മിൽക്ക് ഉണ്ടാക്കുന്നെങ്കിൽ നമ്മൾ അങ്ങനെയായിരുന്നു അത് കൊടുത്തുകൊണ്ടിരുന്നത്? മിൽക്കായിട്ട് തന്നെ കൊടുക്കുമായിരുന്നു. പക്ഷേ ഇപ്പോഴോ അങ്ങനെയുള്ള വലിയ ഫാമുകളൊക്കെ നടത്തുന്നവരെ മിൽക്കിനെ അതിനെ പല പ്രോഡക്റ്റ് ആക്കിയാണ് കൊടുക്കുന്നത്, അല്ലേ? അപ്പോൾ അതെല്ലാം എന്തിൻ്റെ ഭാഗമാണ്? ഈ ഗവൺമെൻറ്റിൻ്റെ എൻകറേജ്മെൻറ്റാണ്. സ്മോൾ സ്കെയിൽ ആൻഡ് കോട്ടേജ് ഇൻഡസ്ട്രീസ് വിച്ച് കൺവേർട്ട് ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് ഇൻറ്റു വേരിയസ് വാല്യൂ ആഡഡ് പ്രോഡക്റ്റ്. അപ്പം മിൽക്ക് കൊടുക്കുന്നതാണോ? മിൽക്കിനെ പല പ്രോഡക്റ്റുകളാക്കി, ഐസ്ക്രീം ആക്കി, അല്ലെ മറ്റു പ്രോഡക്റ്റുകളൊക്കെ ആക്കി നമ്മൾ കൊടുക്കുമ്പോഴാണ് അതിന് നമുക്ക് നല്ല വാല്യൂ ഉണ്ടാകുന്നത്, പ്രൈസ് കിട്ടുന്നത്. അപ്പം ഫാർമറുടെ ടോട്ടൽ അയാളുടെ ഇൻകം ഡെവലപ്പാകും, അയാളുടെ സ്റ്റാൻഡേർഡ് ഉയരും. അപ്പോൾ ആ ഒരു ടെക്നോളജിയാണ് ഇവിടെ ഉപയോഗിക്കുക. സിമ്പിൾ ടെക്നോളജി ഉപയോഗിച്ച് അവരതിനെ വാല്യൂ ആഡഡ് പ്രോഡക്റ്റ് ആക്കി മാറ്റുന്നു. വാല്യൂ ആഡഡ് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിനെ റോ രീതിയിൽ കൊടുക്കുമ്പോൾ കിട്ടുന്ന വിലയേക്കാളും 4-5 മടങ്ങ് വിലയിലേക്ക് ഇതൊരു പ്രോഡക്റ്റ് ആക്കി മാറ്റുമ്പോൾ ലഭിക്കുന്നു. ഓക്കെ, എക്സാമ്പിൾ നോക്കിക്കേ. അരക്കാനട്ട് സ്പീഡ്, അല്ലേ? അരക്കാനട്ട് സ്പീഡ് പ്രോഡക്ട്സ്, ദെൻ ഫുഡ് പ്രോഡക്ട്സ്, ഫ്രൂട്ട് ബേസ്ഡ് പ്രോഡക്ട്സ്. ഫുഡ് പ്രോഡക്ട്സും ഫ്രൂട്ട് ബേസ്ഡ് പ്രോഡക്ട്സും എല്ലാം ഇങ്ങനെയുള്ള അഗ്രോ ബേസ്ഡ് സ്റ്റാർട്ടപ്പുകളാക്കി നമുക്ക് ചെയ്യാം. ഫുഡ് പ്രോഡക്ട്സ് ലൈക്ക് ചക്ക കൊണ്ട് ചക്കപ്പൊടി, അല്ലെങ്കിൽ അത് ഡ്രൈ ചെയ്തിട്ട് അതിനെ സൂക്ഷിച്ചു വെക്കുന്ന കാര്യങ്ങളെ, അല്ലെ അതുകൊണ്ടുള്ള അച്ചാറുകൾ, അതുകൊണ്ടുള്ള മറ്റ് പ്രോഡക്റ്റുകളെ. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങളാണ്. ഇതെല്ലാം അഗ്രോ ബേസ്ഡ് സ്റ്റാർട്ടപ്പുകളാണ്. ഇതിന് ഇത്രയും പോപ്പുലാരിറ്റി കിട്ടാനുള്ള ഒന്നാമത്തെ കാരണം ഗവൺമെൻറ് എൻകറേജ്മെൻ്റ് ആണ്. രണ്ടാമത്തെ, അതിൻ്റെ വാല്യൂ ആഡ് ആകുന്നത് കൊണ്ട് കൂടുതൽ ആളുകൾ ഇങ്ങനെയുള്ള സ്റ്റാർട്ടപ്പുകൾ തുടങ്ങാനായിട്ട് വില്ലിങ് ആണ്. ഓക്കെ, എക്സാമ്പിൾ ഓർത്ത് വെച്ചോണം. ഓക്കെ, അരക്കാനട്ട് സ്പീഡ് പ്രോഡക്റ്റുകളെ, ഫുഡ് പ്രോഡക്റ്റുകളെ ഒക്കെ അതിനകത്ത് വരും. ഇനി നമുക്ക് ഹാൻഡ്ലൂം ഇൻഡസ്ട്രിയെ പറ്റി ഒന്ന് പഠിക്കണം. അഗ്രോ ബേസ്ഡ് ഇൻഡസ്ട്രീസിലെ ഏറ്റവും വാല്യൂ ഉള്ള, ഏറ്റവും കൂടുതൽ ആളുകൾ എൻഗേജ് ആയിരിക്കുന്ന, ഏറ്റവും കൂടുതൽ ആളുകൾക്ക് എംപ്ലോയ്മെൻറ്റ് കൊടുക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണ് ഹാൻഡ്ലൂം ഇൻഡസ്ട്രി. കൈകൊണ്ട് വസ്ത്രങ്ങൾ നെയ്തെടുക്കുന്ന ഇൻഡസ്ട്രിയുടെ പേരാണ് ഹാൻഡ്ലൂം, അല്ലേ? 2 തരം ലൂമുണ്ട്, ഹാൻഡ്ലൂമും പവർ ലൂമും. ഇവിടെ നമ്മൾ എന്താണ് ഉപയോഗിക്കുന്നത്? കൈ ഉപയോഗിച്ച് നമ്മുടെ പ്രയത്നം കൊണ്ടുണ്ടാക്കുന്നതാണ് ഹാൻഡ്ലൂം. ഹാൻഡ്ലൂം തുണികൾക്കൊക്കെ നല്ല വിലയാണ് കേട്ടോ, കാരണം അതിന് കൂടുതൽ സമയമെടുക്കും. ഹാൻഡ്ലൂം സെക്ടർ ഈസ് വൺ ഓഫ് ദ അൺഓർഗനൈസ്ഡ് ഇക്കണോമിക് ആക്ടിവിറ്റീസ് ഇൻ ഇന്ത്യ. അപ്പോൾ ഇന്ത്യയിലെ, കേരളത്തിൽ മാത്രമല്ല, നമുക്കറിയാം കേരളത്തിലൊക്കെ ധാരാളം സ്ഥലങ്ങളിൽ ഈ ഹാൻഡ്ലൂം തുണികൾ ഉണ്ടാക്കുന്ന സ്ഥലങ്ങളുണ്ട്, അല്ലേ? ബാലരാമപുരം എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ട്. അത് കേരളത്തിലാണ്. ബാലരാമപുരം തമിഴ്നാട്, അല്ലേ? ബോർഡറാണ്. അപ്പോൾ അവിടെയൊക്കെ ഇതിൻ്റെ ധാരാളം ഫാക്ടറികളൊക്കെ നടക്കുന്നുണ്ട്. പാലക്കാട് ഒക്കെ ഉണ്ട്. ദിസ് സെക്ടർ ഈസ് എ വിറ്റൽ ഇമ്പോർട്ടൻറ്റ് കമ്പോണൻറ്റ് ഓഫ് ദി ലൈവ്ലിഹുഡ് ഓഫ് റൂറൽ ആൻഡ് സെമി റൂറൽ കമ്മ്യൂണിറ്റി. റൂറൽ കമ്മ്യൂണിറ്റി ആൻഡ് സെമി റൂറൽ കമ്മ്യൂണിറ്റി, അതായത് കംപ്ലീറ്റ്ലി റൂറലായിട്ടുള്ള ഏരിയകൾ, അതായത് കംപ്ലീറ്റ് ഗ്രാമങ്ങളായിട്ടുള്ളിടത്തും, അതുപോലെ തന്നെ സെമി റൂറൽ, അതെന്താണ്, കുറച്ചൊക്കെ ഡെവലപ്മെൻറ്റ് വന്ന സ്ഥലങ്ങളെയാണ് നമ്മൾ എന്ത് പറയുക? സെമി റൂറൽ കമ്മ്യൂണിറ്റി എന്ന് പറയുക. ഈ 2 സ്ഥലത്തും അവരുടെ ഓക്യുപ്പേഷനായിട്ട് സ്വീകരിച്ചിരിക്കുന്ന ഒരു സെക്ടറാണ് ഹാൻഡ്ലൂം ഇൻഡസ്ട്രി. ദിസ് ഈസ് എ സോഴ്സ് ഓഫ് ഇക്കണോമിക് എംപവർമെൻറ്റ് ഫോർ വിമൻ ആണ് കൂടുതലും ഹാൻഡ്ലൂം ഇൻഡസ്ട്രിയിൽ ജോലി ചെയ്യുന്നത്. അതുകൊണ്ട് അവരുടെ എംപവർമെൻറ്റിന് വേണ്ടി ഈ ഒരു ഹാൻഡ്ലൂം ഇൻഡസ്ട്രി സഹായിക്കുന്നു. ദിസ് ഈസ് എ സോഴ്സ് ഓഫ് ഇക്കണോമിക് എംപവർമെൻറ്റ്. സ്ത്രീകളുടെ സാമ്പത്തികമായിട്ടുള്ള ഉന്നമനത്തിന് ഈ ഹാൻഡ്ലൂം ഇൻഡസ്ട്രി വളരെ സഹായിക്കുന്നു. അവർക്കൊരു ഇൻകം ഉണ്ടാകുന്നു. ദ കോൺട്രിബ്യൂഷൻ ഓഫ് ഹാൻഡ്ലൂം സെക്ടർ ടു ദ കൺട്രി
ടെക്സ്റ്റൈൽ പ്രൊഡക്ഷൻ ഈസ് നോട്ട് സ്മോൾ. നമ്മുടെ ടെക്സ്റ്റൈൽ പ്രൊഡക്ഷനിൽ ഒരു വലിയ ഒരു ഭാഗം ചെയ്യുന്നത് ഹാൻഡ്ലൂം ഇൻഡസ്ട്രിയാണ്. ഹാൻഡ്ലൂം ഇസ് ആൻ ഇമ്പോർട്ടൻറ്റ് ട്രഡീഷണൽ സ്മോൾ സ്കെയിൽ ആൻഡ് കോട്ടേജ് ഇൻഡസ്ട്രി ഇൻ കേരള ഓൾസോ. നമുക്കറിയാം തമിഴ്നാട്ടിലെ കഞ്ചീപുരം എന്നൊക്കെ പറയുന്ന സ്ഥലങ്ങളെല്ലാം ഹാൻഡ്ലൂം ഇൻഡസ്ട്രി വളരെയേറെയുള്ള സ്ഥലങ്ങളാണ്. അതുപോലെ തന്നെ കേരളത്തിലും ധാരാളം ഹാൻഡ്ലൂം ഇൻഡസ്ട്രി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഹാൻഡ്ലൂം ഇസ് ആൻ ഇമ്പോർട്ടൻറ്റ് ട്രഡീഷണൽ സ്മോൾ സ്കെയിൽ ആൻഡ് കോട്ടേജ് ഇൻഡസ്ട്രി ഇൻ കേരള. അപ്പോൾ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോട്ടേജ് ഇൻഡസ്ട്രിയെ പറ്റി നിങ്ങളൊരു നോട്ട് എഴുതുക. ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾ ഏതിനെ പറ്റി എഴുതാം? ഹാൻഡ്ലൂം ഇൻഡസ്ട്രി. ഓക്കെ, വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കോട്ടേജ് ഇൻഡസ്ട്രി ഇൻ കേരള ഈസ് ഹാൻഡ്ലൂം ഇൻഡസ്ട്രി. ഓക്കെ, താങ്ക് യു ചിൽഡ്രൻ, താങ്ക് യു സോ മച്ച്. അപ്പം നമ്മൾ അഗ്രോ ബേസ്ഡ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിനെ പറ്റി പഠിച്ചു, ഹാൻഡ്ലൂം ഇൻഡസ്ട്രിയെ പറ്റി പഠിച്ചു, ചാലഞ്ചസ് ഫേസ്ഡ് ബൈ അഗ്രികൾച്ചറൽ സെക്ടർ പഠിച്ചു. ഇനി നമുക്ക് ഒരു ക്ലാസ് കൂടി ആവശ്യമുണ്ട്. ഒരു ക്ലാസ് കൂടി കൊണ്ട് നമ്മുടെ ഈ ചാപ്റ്റർ 12th ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ചെയ്യും. ലാസ്റ്റ് ചാപ്റ്ററിലേക്ക് നമ്മൾ കടക്കും. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഇതിൻ്റെ ലാസ്റ്റ് പോർഷനുമായിട്ട് ടീച്ചർ എത്തും. ലാസ്റ്റ് പോർഷനിൽ നമ്മൾ പഠിക്കുന്നത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അഗ്രികൾച്ചറൽ മാർക്കറ്റ്. അഗ്രികൾച്ചറൽ മാർക്കറ്റുകളെ എത്ര ടൈപ്പ് ഉണ്ടെന്നുള്ളതാണ് അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. അതോടുകൂടി നമ്മുടെ ക്ലാസ് കംപ്ലീറ്റ് ആകും, നമ്മുടെ ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആകും. താങ്ക് യു ചിൽഡ്രൻ, താങ്ക് യു സോ മച്ച്. നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം. മേ ഗോഡ് ബ്ലെസ് യു ഓൾ.